ഹലോ, ഇന്നൊരു ചക്കപ്പുഴുക്കും മീൻകറീൻ്റെയും വീഡിയോ ആയാലോ. ഒരു ചക്ക മൂത്ത് നിൽക്കുന്നത് ഇന്നലെ കണ്ടതാട്ടോ. ഇന്നലെ പിന്നെ കണ്ടപ്പോൾ സമയമില്ലായിരുന്നു പറിക്കാൻ. ഇന്ന് ഞങ്ങൾ പറിച്ച് പുഴുങ്ങാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ അപ്പോൾ ചക്കയെല്ലാം വെട്ടി ചുള തീർത്ത് കൊണ്ടുവന്നേ അടുക്കളയിൽ ഇരുന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഫുള്ള് നിരത്തിയിട്ടിരിക്കുക കേട്ടോ. ധനൂട്ടി എനിക്ക് ഇരട്ടി പണിയാക്കി വെച്ചേക്കുവാണ് കേട്ടോ. കുഞ്ഞാക്കി അരിയുന്നൊന്നുമില്ല കേട്ടോ. ഇത് അധികം മൂക്കാത്ത ചക്കയാണ്. ഒന്ന് കുക്കറിൽ ഒരു വിസിലടുപ്പിക്കാനുള്ളതേ ഉള്ളൂ വേവ്. അങ്ങനെ ഇതെല്ലാം കുക്കറിലാക്കി ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം എടുത്തു, കുരുമുളക് ഇതൊക്കെ എടുത്ത് വെച്ചു. അവന് വേണ്ടത് അവനും എടുത്തുകൊണ്ട് പോയിട്ടതാ. ചക്കയെല്ലാം മറിച്ചിട്ട് മുറത്തിൽ കയറിയിരുന്ന് അവനവിടെ കുക്കിങ്ങാണ് കേട്ടോ. തേങ്ങയും ജീരകമൊക്കെ എന്നോട് മേടിച്ചിട്ട് പോയിട്ടുണ്ടേ. ഉണ്ടോ, കുരു അധികം ആയിട്ടില്ല കേട്ടോ. പാട പൊഴിഞ്ഞ് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത പണി ഈ കുരു എതിർത്തെടുക്കുക എന്നാണ്. സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് സാവധാനം ഇരുന്ന് നന്നാക്കി എടുക്കണം കേട്ടോ. ഇത് തോരൻ വയ്ക്കാനാണ് കേട്ടോ നല്ലത്. ചാറ് വയ്ക്കാൻ അധികം മൂക്കാത്തത് കൊണ്ട് തോരനാണ് ടേസ്റ്റ് ഉണ്ടാകുക. ഇന്ന് വൈകുന്നേരം അല്ലെ നാളെ ആയിട്ട് ഈ ചക്കക്കുരു തോരൻ വയ്ക്കണം. ഉണ്ണി വരാനായിട്ടോ, അതുകൊണ്ടാണ് വേഗം കുക്കറിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചത്. അവൾക്കിന്ന് ഉച്ച വരെ ഉണ്ട്. ശിവരാത്രിയുടെ ലീവ് ഇന്ന് ഉച്ച വരെ വെച്ചു കേട്ടോ. അപ്പോൾ വിശന്നായിരിക്കും വരിക. അപ്പോൾ വേഗം ആക്കാമെന്ന് വിചാരിച്ചേ. അച്ഛനും ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാനാകുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ചക്കയും മീൻകറി ആക്കാമെന്ന് വെച്ചു. കുരു അധികം ആയിട്ടില്ല, കിളുന്ന കുരുവാണ്. ഒരാഴ്ചയും കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ പാകമായേനായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ കഴിക്കണമെന്ന് തോന്നി പറിച്ചു. അവൾ വന്നു. ചക്ക വേഗം വന്ന് ടെസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. ഒരു കഷ്ണം 1-2 കഷ്ണം അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പെറുക്കി തിന്നുവാണ് കേട്ടോ. പക്ഷെ കൊത്തച്ചക്കയാണ്, അതുകൊണ്ട് വയറുവേദന എടുക്കും, അധികം കഴിക്കണ്ടെന്ന് പറഞ്ഞ് പുഴുങ്ങിയിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പോയി കേട്ടോ. അമ്മ അതവിടെ മീൻകറി ആക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ധനു എനിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ കിടന്ന തുണിയെല്ലാം പെറുക്കി അകത്തിട്ടിട്ടതാ. ആ ബോക്സ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ, അടുക്കളയിൽ വന്നിട്ട്. ഇനിയിപ്പോൾ ഈ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് അത് മടക്കി വെക്കാനുള്ള പണിയാണ് കേട്ടോ എനിക്ക്. കുക്കറിൽ നിന്ന് മാറ്റി കലത്തിലേക്ക് ആക്കി അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇത് ഇളക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മാറ്റിയത്. അപ്പോഴത്തേക്ക് മീൻകറി റെഡിയായി. ഉണ്ണി അച്ഛനൊക്കെ വന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ട് റെഡിയായി. ഉണ്ണിക്കുള്ളത് ഉണ്ണി എടുത്തു കേട്ടോ. ചക്കപ്പുഴുക്കും മീൻകറിയും. ചിക്കനാണെങ്കിലും സൂപ്പർ. പക്ഷേ ഈ ചൂടത്ത് ചിക്കൻ അത്ര നല്ലതല്ല കേട്ടോ. അതുകൊണ്ട് മീൻകറി തന്നെയാണ് നല്ലത്. ഇനി ഇവിടെ അമ്മയ്ക്കൊക്കെ കറിയൊന്നും ഇല്ലാതെ കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. കട്ടൻ ചായേൻ്റെ കൂടെ ചൂട് ചക്കപ്പുഴുക്ക് കഴിക്കാനാണ് അമ്മയ്ക്കൊക്കെ ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്ക് നേരെ തിരിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്ത് കഴിക്കുവാണേലും അതിന് കറി വേണേ. ധനൂട്ടിക്ക് വേവിച്ച് കഴിഞ്ഞിട്ട് കുറച്ചെടുത്ത് കൊടുത്തു. അവനങ്ങനെ കുറച്ച് കഴിച്ചു കേട്ടോ. എരിവ് കഴിക്കും, പക്ഷെ ചില നേരത്ത് പക്ഷെ പുഴുങ്ങിയിട്ട് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അവൻ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ കുറച്ചെടുത്ത് അവൻ കഴിച്ചു കേട്ടോ. പിന്നെ ഉണ്ണിയുടേത് എടുത്ത് അവൾ ടേബിളിൻ്റെ പുറത്ത് പോയി ഇരുന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കുക കേട്ടോ. ചോറ് വേണ്ടാന്ന് പറഞ്ഞു, ചക്കപ്പുഴുക്കും മീൻകറിയും മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അമ്മയും അച്ഛനൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.